നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നോട്ടീസിൻ്റെ, അതായത് ഇന്ത്യൻ റെയിൽവേ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. RRB റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ പറ്റിയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോട്ടീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ച കാര്യങ്ങളിൽ നമുക്ക് മോർ ട്രാൻസ്പെറൻസി, അക്യുറൻസി, അതുപോലെ തന്നെ ഫാസ്റ്റർ കംപ്ലീഷൻ ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മുൻപോട്ടേക്ക് നമുക്ക് നല്ലൊരു സംഭവം തന്നെ ഇതിലൂടെ പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാനായിട്ട്, എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള റെയിൽവേ റിക്രൂട്ട്മെൻറ്റ്. ഇന്ത്യൻ റെയിൽവേ ഹാസ് റിക്രൂട്ടഡ് ഏകദേശം 43,781 പേരെ ഇവിടെ റിക്രൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2025-26 വർഷത്തെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് പറയുന്നത് കാണാൻ സാധിക്കും. 18,799 നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നീഷ്യൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് ഇൻസ്പെക്ടർ 452 വേക്കൻസി RPF ആണ് കേട്ടോ. RPFൽ സബ് ഇൻസ്പെക്ടറിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ RPF കോൺസ്റ്റബിൾ 4,208 പേരെ RPFൻ്റെ തന്നെ കോൺസ്റ്റബിളിലേക്കുള്ള റാങ്കിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പാരാമെഡിക്കൽ കാറ്റഗറിയിലേക്കുള്ളത്. ഇതൊക്കെ ഫില്ല് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത്രയും 44,000 അടുത്ത് പേര്, അതായത് 43,781 ആൾക്കാരാണ് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നൊരു സംശയമാണ്, എസ്പെഷ്യലി നമ്മുടെ ചാനൽ കാണുന്ന കൂടുതൽ പേരും യൂണിഫോം ജോബിന് ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. മറ്റുള്ള ജോബുകൾ നോക്കുന്നുണ്ട്, യൂണിഫോം ജോബിനോടൊരു പ്രത്യേക ഇഷ്ടമുള്ളവരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷകൾ ഇനി എപ്പം തുടങ്ങുമെന്ന് പലർക്കും സംശയമുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇനി വരുന്ന RPF കോൺസ്റ്റബിൾ, അതുപോലെ തന്നെ SI, ഈ 2 പോസ്റ്റും റെയിൽവേ അല്ല കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിളിക്കാനായിട്ട് പോകുന്നത് SSC ആണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അതിന് മുമ്പ് എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ എഡ്യൂക്കേറ്റീവ് എന്ന് പറയുന്ന മറ്റേ വെൻഡറിനെ, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു വെൻഡർ ഉടനെ തന്നെ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളേറെ ബുദ്ധിമുട്ടുന്നുള്ളത് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് തന്നെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അധികാരികൾ അതെടുത്ത് മാറ്റുക തന്നെ വേണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു വെൻഡർ കൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ഇതിന് നല്ല വൃത്തിയിലായിരുന്നു TCS ഇതിന് മുമ്പ് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. TCSന് പോരായ്മകൾ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത്ര പ്രശ്നങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ കം ബാക്ക് ടു ദി മാറ്റർ. അപ്പോൾ നമ്മുടെ SSC ആയിരിക്കും ഇത് നടത്താനായിട്ട് പോകുന്നത്. SSCൻ്റെ കോൺസ്റ്റബിൾ GD നിങ്ങൾക്കറിയാം, GD കോൺസ്റ്റബിൾ പോസ്റ്റ് അറിയാം. അപ്പോൾ ആ പോസ്റ്റിൻ്റെ കൂടി ആയിരിക്കും നമ്മുടെ RPF കോൺസ്റ്റബിൾ വരുന്നത് കേട്ടോ. RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റ് GDൻ്റെ കൂടി ആയിരിക്കും വരിക. അപ്പോൾ GDയിൽ നമ്മൾ പ്രിഫറൻസ് വെച്ച് കൊടുക്കുമല്ലോ, CRPF, അതുപോലെ തന്നെ CRPF, അതുപോലെ BSF, ഇങ്ങനെ ഒരു പ്രിഫറൻസ് നമുക്ക് GDക്ക് അപേക്ഷിക്കുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണോ, കട്ട് ഓഫ് ഒന്നും അല്ല ഇവിടെ നോക്കേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള RPF ആണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസിൽ RPF കൊടുക്കുക. RPF ആണ്, RPF നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളത് കൊടുക്കുക. അപ്പോൾ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ RPF തന്നെ നിങ്ങൾക്ക് അതിൽ സെലക്ഷൻ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു വിഷമകരമായിട്ടുള്ള മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RPF പോസ്റ്റിനൊക്കെ 30+, ഏകദേശം 33 വയസ്സ് വരെയൊക്കെ മുൻപ് അപേക്ഷിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ SSCയിലേക്ക് കൈമാറുകയാണെങ്കിൽ 23 വയസ്സ് വരെ മാത്രമേ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഒരു നിരാശകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ആക്ച്വലി. എന്തായാലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇങ്ങനെ തന്നെ വരത്തുള്ളൂ, GDൻ്റെ കൂടെ ഇടിക്കാനാണ് സാധ്യത. അല്ലാണ്ട് RPF എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് SSC ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാനും അത് നടത്താനുള്ള ചാൻസ് 0.1 കാണുന്നുള്ളൂ 100-ൽ, അത്രയും ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും അതങ്ങനെ നടക്കും. പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് SSC CPO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. SSC CPO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ആയിരിക്കും നടത്താനായിട്ട് പോകുന്നത്. സോ SSC CPOയിൽ തന്നെ നമുക്ക് ഈ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ പെട്ടിട്ടുള്ള, അതുപോലെ ഡൽഹി പോലീസിൽ പെട്ടിട്ടുള്ള ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ CRPF സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ എന്ത് ചെയ്യും RPF സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടി അതിൽ വരുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെ നമുക്ക് അങ്ങനെ തന്നെ ചൂസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് SSC ആയിട്ട് SSCയിലൂടെ വിളിക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ CPO നോട്ടിഫിക്കേഷൻ വരും, ഇപ്പോൾ ഉടനെ വരും. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ തീർച്ചയായിട്ടും സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന RPF സബ് ഇൻസ്പെക്ടർ ഉണ്ടാവില്ല, സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ SSC GD കോൺസ്റ്റബിൾ ഏകദേശം സെപ്റ്റംബർ 2027 നോട്ടിഫിക്കേഷൻ സെപ്റ്റംബറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിലെന്ത് ഉണ്ടാവില്ല, RPF കോൺസ്റ്റബിൾ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വർഷം, അതായത് 2027 എൻഡിലൊരു നോട്ടിഫിക്കേഷൻ വരും, 28 അപ്പോൾ അതിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ RPF കോൺസ്റ്റബിൾ ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാട് പേര് ഇതിൻ്റെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഡിലേ ഇതിന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് ജോബുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് പോവുകയാണെങ്കിൽ, കലണ്ടറിൻ്റെ അടിയിലേക്ക് പോകുകയാണെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് പിന്നെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്, അതിൻ്റെ സീരിയൽ നമ്പർ, പിന്നെ
നോട്ടിഫൈഡ് ഡീറ്റെയിൽസ്, പിന്നെ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ആണ് ആ പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കലണ്ടർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ടെലിഗ്രാമിൻ്റെ. അതുപോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഇവിടെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ്, ലോക്കോ പൈലറ്റ്, ALP ഒക്കെ കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് ജോലിയൊക്കെ ലഭിച്ചതാണ്. അതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ ലഭിക്കുന്ന നമ്മുടെ സ്റ്റോറിൻ്റെ വാട്സപ്പ് ചാനൽ ഉണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി. അവിടെ എല്ലാ മെറ്റീരിയലും ഉണ്ട്. ഇനി പുതുതായിട്ട് ന്യൂലി ആഡ് ചെയ്യുന്നത് അവിടെ വരുന്നതായിരിക്കും. സോ ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. മെയിനായിട്ട് നമ്മൾ RPF-നാണ് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ബാക്കിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു നോട്ടീസിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ജോലി കിട്ടി, എത്രയാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്, എത്ര എത്ര നോട്ടിഫിക്കേഷൻ ഇനി നടത്താനായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും എക്സാം ഹെൽഡ് ആൻഡ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഏതൊക്കെ പോസ്റ്റാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഓരോന്ന് കൃത്യമായിട്ട് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ എക്സാമിനേഷൻ വിത്ത് ഫൈനൽ സെലക്ഷൻ എക്സ്പെക്റ്റഡ് ഇൻ നെക്സ്റ്റ് 6 months ഓർ 1 year, 6 months to 1 year വരെ നടത്താനുള്ള എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടീസ് നോക്കി മനസ്സിലാക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്